നമസ്കാരം, വെൽക്കം ടു shynibindhu'sworld. നമുക്കിന്ന് നാച്ചുറൽ ആയിട്ടുള്ള ആൽമണ്ട് ആൻഡ് റൈസ് ക്രീം എങ്ങനെ ചെയ്യാൻ നോക്കാം. റൈസ് അറിയാമല്ലോ, കൊറിയക്കാരുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അവരുടെ സ്കിന്നൊക്കെ നല്ല പോളിഷ്ഡ് ആയിട്ട് ഗ്ലോ ആയിട്ട് ഇരിക്കുന്നത് മെയിൻ കാരണം വന്ന് അവരുടെ എല്ലാ പ്രോഡക്ട്സിലും റൈസ് ഉണ്ടായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്യാൻ പോകുന്നത് ആൽമണ്ടാണ്. ആൽമണ്ട് നമ്മുടെ സ്കിന്നിനെ നാച്ചുറലായിട്ട് ടാനൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ റെഗുലറായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഏജൻ്റാണ് ആൽമണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രീം ഉണ്ടാക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്ക് ഉപയോഗിക്കാം. കാരണം ചെറുതിലേക്ക് കുട്ടികൾ നല്ല നിറം ഉണ്ടായതുകൊണ്ട് കുറച്ച് വളരെ അവർ ടാനൊക്കെ അടിച്ച് നിറം കുറഞ്ഞെന്ന് വിഷമിക്കുന്നവർക്കൊക്കെ ഈ ക്രീം റെഗുലറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അതിന് മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനകത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതാണെന്ന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഭാവിയിടുന്ന എല്ലാ വീഡിയോസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലെത്തുന്നു. സ്റ്റാർട്ട്. വൈറ്റ് റൈസ് ഉണ്ടല്ലോ, നമ്മുടെ പച്ചരി കാപ്പിക്കൊക്കെ ഇടുന്ന അരി, അതാണ് വേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു സ്പൂൺ മതി നമുക്ക്. ഒരു സ്പൂൺ തന്നെ ധാരാളമാണ്. അപ്പോൾ ഒരു സ്പൂണാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ആൽമണ്ടാണ്, നമ്മുടെ ബാദാം. അപ്പോൾ അത് വേണ്ടത് ഒരു 10 എണ്ണമാണ്. അപ്പോൾ ഞാൻ ഒരു 10 എണ്ണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ 10 എണ്ണം ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഡിസ്റ്റിൽഡ് വാട്ടറാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് കുതിരണമല്ലോ, കുതിർന്ന് വരാൻ വേണ്ടി ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഡിസ്റ്റിൽഡ് വാട്ടർ ഇല്ലെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇത് സോക്ക് ചെയ്ത് ഒരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യണം. 3 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻ കാണാം. അപ്പോൾ 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇത് 3-4 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാദാമിൻ്റെ തൊലിയെല്ലാം ഒന്ന് എടുക്കണം. അപ്പോൾ ഞാൻ ബാദാമിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ഇളക്കിയിട്ട് നമുക്കിതിനെ നന്നായിട്ട് നല്ല ഫൈനായിട്ട് ഈ വെള്ളത്തിൽ തന്നെ വെച്ച് വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. കാരണം ഇത് ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ ഒഴിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ദിവസമൊന്നും വെച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഇതിൽ വെച്ച് തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിപ്പിൽ വെച്ച് അരിച്ചെടുക്കാം. അരിപ്പിൽ വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇതിനെ അരിച്ച് അതിൻ്റെ ജ്യൂസ് മാത്രം നമുക്ക് മതി. അപ്പോൾ അതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്ത് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ടുള്ള ജ്യൂസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് സോഡിയം ബെൻസോയേറ്റ് ആണ്. ഇത് ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. ഫുഡ് പ്രിസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്കിന്നിൻ്റെ യാതൊരുവിധ പ്രശ്നവും ഉണ്ടാക്കില്ല. അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്യാൻ പോകുന്ന ഒരു പിഞ്ചാണ്. ഇത്രയ്ക്ക് ഒരു പിഞ്ച് തന്നെ ആഡ് ചെയ്യുന്നു. കുറച്ച് താഴെ പോയി അല്പം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ ഇത്ര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നാച്ചുറലായിട്ട് ചെയ്താലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്താലും ഇത് ഒത്തിരി ദിവസം ഇരിക്കാൻ വേണ്ടിയാണ് ഈ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടും. പിന്നെ സ്കിന്നിന് യാതൊരുവിധ സൈഡ് എഫക്ട്സും വരികയില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് മിക്സ് ആവും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന അലോവേര ജെല്ലാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ അലോവേര ജെല്ലാണ്. അപ്പോൾ ഞാൻ ഇത് ഒരു സ്പൂൺ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന കസ്തൂരി മഞ്ഞളാണ്. അപ്പോൾ അത് ഒരല്പം മതി, ഒരു പിഞ്ച് മതി. അറിയാലോ, ഇത് മഞ്ഞളെല്ലാം നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ റിമൂവ് ചെയ്യാനും ആൻറ്റി ഫംഗലായിട്ടും ആൻറ്റി ബാക്ടീരിയലായിട്ടും ഒക്കെ വർക്ക് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത്ര ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാനും പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനും സഹായിക്കുന്നതോടൊപ്പം ഇത് മോയ്സ്ചറൈസ് ആയിട്ട് വെച്ചിരിക്കാനും സഹായിക്കും. കാരണം നമ്മളിതിൽ റൈസ് ആഡ് ചെയ്തിട്ടുണ്ട്, ആൽമണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നിന് അതിട്ടിട്ട് അങ്ങനെ ഉറങ്ങുമ്പോൾ അത് ഡ്രൈ ആക്കും. അത് ഡ്രൈ ആക്കാതിരിക്കാനാണ് ഈ ഓയിൽ ഒഴിക്കുന്നത്. ഞാനിത് ഒരു സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഓയിൽ സെറ്റ് ആവില്ലെങ്കിൽ ഇതിന് പകരം ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ഓയിലാണോ സെറ്റ് ആവുന്നത് അത് ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ എടുക്കാം, കോക്കനട്ട് ഓയിൽ എടുക്കാം. കോക്കനട്ട് ഓയിൽ കൂടുതലും പിമ്പിൾസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സെറ്റ് ആവുന്നത് ആ ഓയിൽ എടുക്കുക. അപ്പം ഞാനിവിടെ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിൻ എടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ പിമ്പിൾസ് വരുന്ന പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓയിൽ സെറ്റ് ആകാത്ത ഓയിലി സ്കിൻ ആരാണെങ്കിൽ ഓയിൽ ഒഴിവാക്കിയിട്ട് ഗ്ലിസറിൻ ഒഴിക്കുക. അടുത്തായിട്ട് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹണിയാണ്. ഹണി വന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ സഹായിക്കും, ഡീപ്പായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഡാർക്ക് സ്പോട്ട്സിനെല്ലാം ഫേഡ് ചെയ്യാനും നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ തരാനും ഒക്കെ സഹായിക്കും. അത് കാരണം ഞാൻ അതിവിടെ 1 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്.
ഇതും ഡ്രൈ ആവാതിരിക്കണം. കാരണം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് നൈറ്റ് ക്രീമായിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ക്രീമായിട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് ഉറങ്ങുമ്പോൾ എന്തായാലും ഇതിൽ റൈസൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് എല്ലാവർക്കും സ്യൂട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൽമണ്ടിന് ഓയിലിനെ സ്കിപ്പ് ചെയ്തിട്ട് 2 വിറ്റാമിൻ ഇ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഓയിലെല്ലാം കൂടെ ബ്ലെൻഡ് ആകുന്ന രീതിയിൽ നിങ്ങൾക്ക് എത്ര ക്രീമി കൺസിസ്റ്റൻസി വേണോ അതിനനുസരിച്ച് അലോവേര ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ വീണ്ടും 1 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊന്നും ഒരു ലോഷൻ ടൈപ്പിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ടൈപ്പ് മതി. നിങ്ങൾക്ക് ഇനിയും നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി വേണമെങ്കിൽ വീണ്ടും 1 സ്പൂൺ അലോവേര ജെല്ല് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം എനിക്കിത് മതി. നമ്മുടെ ക്രീം ഇവിടെ റെഡിയാണ്. ഇതിൽ വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒത്തിരി ഷെൽഫ് ലൈഫ് വേണം, എത്ര ദിവസം വേണമെങ്കിലും അങ്ങനെ ഒത്തിരി ദിവസം വെച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഫിനോക്സ് ചെയ്തതിനോട് ഒരു 3 തുള്ളി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒഴിക്കുന്നില്ല. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് കുറേ ദിവസം യൂസ് ചെയ്യാം. കാരണം നമ്മളിതിൽ ഫുഡ് പ്രിസർവേറ്റീവായ സോഡിയം ബെൻസോയേറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുകയാണ്. ആൽമണ്ട് നൈറ്റ് ക്രീം ഇവിടെ റെഡിയാണ്. ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി വേണമെങ്കിൽ ഇതിൽ കുറേ കൂടെ അലോവേര ജെല്ലിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ തേനും നമ്മൾ ഓയിലൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഡ്രൈ ആക്കില്ല. ഇത് കുട്ടികൾക്കും ഉപയോഗിക്കാം. നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഓയിലും തേനും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഓയിൽ പറ്റില്ലെങ്കിൽ കൂടുതൽ ഈ വിറ്റാമിൻ ഇ ഓയിലും ഗ്ലിസറിനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കിടക്കുന്നതിൻ്റെ അരമണിക്കൂറിന് മുമ്പെങ്കിലും അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കിടന്ന ഉടനെ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ ബെഡിലായി പോകും, നമുക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അരമണിക്കൂറിന് മുമ്പ് ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇത് കുറച്ചെടുത്ത് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ബ്ലെൻഡായി പോകും. മുഖത്തെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കഴുത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കിടന്നുറങ്ങുക. നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഡേ ടൈമിലും യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഒരിക്കലും സൺലൈറ്റിൽ പോകാൻ പാടില്ല. അത് കാരണം നിങ്ങൾ സൺലൈറ്റിലൊന്നും പോകാതെ പുറത്തൊന്നും ഇറങ്ങാതെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ക്രീമായിട്ട് ഇത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നൈറ്റിൽ മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.